ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനി, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിലെ സെക്കൻഡ് സെമിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിലെ ഡോം ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫൈൻ ഡോം മെത്തേഡ്സ്, HTML എലമെൻറ്റ്സ്, HTML ഡോം എലമെൻറ്റ്സ്, HTML ഡോം ഇവൻറ്റ്സ്, ഇത്രയും ഭാഗങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഡോം ഇൻ ജാവാസ്ക്രിപ്റ്റ്? ഡോം ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. ഒബ്ജക്റ്റുകൾ എന്താന്നൊക്കെ പഠിച്ചല്ലോ. ഒബ്ജക്റ്റ് ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് എന്താന്നൊക്കെ നമ്മൾ കുറച്ച് ഒബ്ജക്റ്റുകൾ പഠിച്ചു. ഏതൊക്കെയാ? സ്ട്രിങ്, അരേ, മാത്ത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒബ്ജക്റ്റുകളും പഠിച്ചു. ഇനി ഡോക്യുമെന്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പഠിച്ചിരുന്നതാണ്. നമുക്ക് റിസൾട്ട്, നമ്മളുടെ ഒരു പ്രോഗ്രാമിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ വെൽക്കം എന്നൊരു വാക്ക് HTML പേജിൽ, ഒരു വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ ഔട്ട്പുട്ട് HTML പേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒബ്ജക്റ്റാണ്. ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് അവിടെ ഒരു മെത്തേഡ്. ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഒബ്ജക്ട്സും ജാവാസ്ക്രിപ്റ്റിൽ കുറേ ഒബ്ജക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അതാണ് നമുക്ക് വെബ് പേജിലേക്കൊക്കെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഡോക്യുമെന്റ് ഒബ്ജക്ട് റെപ്രസെന്റ്സ് എ വെബ് പേജ് ദാറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ എ ബ്രൗസർ വിൻഡോ. ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു വെബ് പേജ്, അതാണ് നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഒരു വെബ് പേജിനെയാണ് നമ്മൾ ആ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിലേക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ ഡോട്ട് റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യും. JavaScript can access all the elements in a web page making use of document object model. ഇപ്പം ഒരു ഡോക്യുമെന്റിൽ നമുക്ക് വേറെ റൈറ്റ് ചെയ്യാൻ മാത്രമല്ല, ഡോക്യുമെന്റിൽ ഒരുപാട് വേറെ എലമെന്റ്സ് ഉണ്ടായിരിക്കും. HTML ഡോക്യുമെന്റ് ആണെങ്കിൽ ഹെഡ്, ബോഡി എന്നൊക്കെ പറഞ്ഞ് കുറേ ടാഗുകളും, അപ്പം അതിൽ H1 ടാഗിൽ നമ്മളൊരു വെൽക്കം എന്നൊരു വേർഡ് എഴുതിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ആക്സസ് ചെയ്യണം. അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുന്ന തന്നെ കളർ മാറ്റി, ആ വീട് തന്നെ മാറ്റുക, അങ്ങനെ അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ HTML എലമെന്റ്സ്, അതിലത്തെ ബാക്കിയുള്ള എലമെന്റ്സും ഓരോ ടാഗുകൾ, ഇപ്പോൾ സോഴ്സ് വെച്ചിട്ട് അതിലൊരു ഇമേജ് വെച്ചിട്ടുണ്ട്, ആ ഇമേജ് നമുക്ക് മാറ്റി വേറെ ഇമേജ് വയ്ക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ എലമെന്റ്സ് ആക്സസ് ചെയ്യാൻ ജാവാസ്ക്രിപ്റ്റിൽ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ യൂസ് ചെയ്ത് നമുക്ക് വെബ് പേജിലുള്ള ഓരോ എലമെന്റ്സിലും ചേഞ്ചസ് വരുത്തി അതിനെ ആക്സസ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇൻഫാക്ട് ദി വെബ് ബ്രൗസർ ക്രിയേറ്റ് എ DOM ഓഫ് ദി വെബ് പേജ് when the web page is loaded. ഒരു വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ വെബ് ബ്രൗസർ ഒരു ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യും. ദി DOM മോഡൽ ഈസ് ക്രിയേറ്റഡ് ആസ് എ ട്രീ ഓഫ് ഒബ്ജക്റ്റ് ലൈക്ക് ദിസ്. ഇവിടെ ഒരു ട്രീ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ട്രീ ലൈക്ക് ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡോക്യുമെന്റ് HTML ഡോക്യുമെന്റ് ആകുമ്പോൾ HTML എന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ടാഗ് HTML വയ്ക്കും. അതിൻ്റെ ഹെഡ്, ബോഡി, അതൊരു സ്ട്രക്ചർ, ട്രീ സ്ട്രക്ചർ പോലെ കൊടുത്തിട്ടുള്ളത്. ഹെഡിൽ ഇപ്പോൾ ടൈറ്റിൽ ആണ് കൊടുക്കാറ്. പിന്നെ വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ബോഡിയിൽ ഹെഡ് H1 കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫ്, ഇമേജുകൾ, ഹൈപ്പർ ലിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ട്രീ സ്ട്രക്ചർ പോലെ കാണിച്ചിരിക്കുന്നതാണ്. DOM. The DOM is a W3C standard. W3C എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം. WWW എന്ന് 3 പ്രാവശ്യം പറയുന്ന പകരം W3C സ്റ്റാൻഡേർഡ്. ദ DOM ഡിഫൈൻസ് എ സ്റ്റാൻഡേർഡ് ഫോർ ആക്സസിങ് ഡോക്യുമെന്റ്സ്. ഡോമിനൊരു സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഡോക്യുമെന്റ്സ് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ദി W3C document object model is a platform and language neutral interface that allows programs and scripts to dynamically access and update the content, structure and style of a document. ഈ DOM എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ആൻഡ് ഇൻ്റർഫേസ്. പ്ലാറ്റ്ഫോം
ആണ് ലാംഗ്വേജ് ന്യൂട്രൽ ഇൻ്റർഫേസ്. എല്ലാ ലാംഗ്വേജിലും ഒരുപോലെ. നമ്മൾ ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഏത് പ്രോഗ്രാംസ് ആണ് യൂസ് ചെയ്യണമെങ്കിലും അതിലെല്ലാം ഡോം എന്ന് പറയുന്നത് അത് ഈ ലാംഗ്വേജ് ഡിപ്പെൻഡൻ്റ് അല്ല, ലാംഗ്വേജ് ന്യൂട്രൽ ഇൻ്റർഫേസ് ആണ്. ദാറ്റ് അലൗസ് പ്രോഗ്രാംസ് ആൻഡ് സ്ക്രിപ്റ്റ് ഡൈനാമിക്കലി ആക്സസ് ആൻഡ് അപ്ഡേറ്റ് ദി കണ്ടൻസ്. ഇതിൽ ഒരു HTML പേജിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലെ കണ്ടൻസ് നമുക്ക് ആക്സസ് ചെയ്യാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും അതിൻ്റെ സ്റ്റൈല് സ്ട്രക്ചർ അതിലൊക്കെ മാറ്റം വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. W3C DOM standard is separated into 3 different parts. Core DOM, standard model for all document types. XML DOM, standard model for XML documents. HTML DOM, standard model for HTML documents. What is the HTML DOM? The HTML DOM is a standard object model and programming interface for HTML. HTML-ലാണ് നമ്മൾ JavaScript ഇതൊക്കെ ചെയ്യുന്നത്. HTML അതിലത്തെ പ്രോഗ്രാമിംഗ് ഇതാണ് ഇൻ്റർഫേസ് ആണ് HTML DOM. It defines HTML elements as object. HTML എല്ലാ എലമെൻസിനെയും ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇതെടുക്കുന്നത്. HTML എലമെൻസിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു H1 ടാഗ് വെച്ചു, അപ്പോൾ H1 ടാഗ് ഒരു ഒബ്ജക്റ്റാണ്. ഒരു ഇമേജ് വെച്ചു, IMG ടാഗ് വെച്ചു, അതൊരു ഒബ്ജക്റ്റാണ്. ഇങ്ങനെ ഓരോന്നും ഓരോ ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ദ പ്രോപ്പർട്ടീസ് ഓഫ് ഓൾ HTML എലമെൻറ്റ്സ്. അതിൽ അപ്പോൾ ഒരു HTML ഓരോ എലമെൻറ്റിനും ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. ഒരു ഒബ്ജക്റ്റ് ആകുമ്പോൾ അതിന് പ്രോപ്പർട്ടീസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ മെത്തേഡ്സ് ഉണ്ട്. ദ മെത്തേഡ്സ് ടു ആക്സസ് HTML എലമെൻറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ് ഫോർ ഓൾ HTML എലമെൻറ്റ്സ്. ഒരു HTML എലമെൻറ്റ്സിന് അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മളിപ്പോൾ ഒരു H1 ടാഗ് വെച്ചു. അപ്പോൾ H1 ടാഗിലെ കണ്ടൻറ്റ്, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി, പിന്നെ അത് നമ്മൾ ആക്സസ് ചെയ്യാൻ ഒരു മെത്തേഡ്, പിന്നെ നമ്മളൊരു ക്ലിക്ക് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബട്ടൺ HTML എലമെൻ്റ് ആയിട്ടൊരു ബട്ടൺ വെച്ച് അതിൻ്റെ ക്ലിക്ക് ചെയ്യുക, അങ്ങനത്തെ ഇവൻറ്റ്സ് ആണ്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം, മനസ്സിലാക്കാം. In other words, HTML DOM is a standard for how to get, change, add or delete HTML elements. HTML DOM എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡാണ്. എങ്ങനെയാണ് നമുക്ക് HTML എലമെൻറ്റ്സിനെ പുതിയതായിട്ട് ആഡ് ചെയ്യുക, അതിൽ ചേഞ്ചസ് വരുത്തുക, ഡിലീറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് JavaScript വഴി ചെയ്യാൻ ഇങ്ങനെയാണെന്നുള്ളതാണ്. HTML DOM methods. HTML DOM methods are actions you can perform on HTML elements. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ്, അതിൽ എന്തെങ്കിലും വാല്യൂ ഗെറ്റ് ചെയ്യുക, സെറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഇതിൻ്റെ ആക്ഷൻസ്. ആൻഡ് HTML DOM മെത്തേഡ്സ് ആർ ദ വാല്യൂസ്. HTML എലമെൻസിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇന്നർ HTML അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്ക് പഠിക്കാം. അത് സെറ്റ് ചെയ്യുക, അതിൽ ചേഞ്ചസ് വരുത്തുക, ഗെറ്റ് ചെയ്യുക, അതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. HTML DOM പ്രോപ്പർട്ടീസ്. ഇൻ ദ DOM all HTML elements are defined as objects. എല്ലാതും ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കണം. അപ്പോൾ ഒബ്ജക്റ്റിന് പ്രോപ്പർട്ടി ഉണ്ട്, മെത്തേഡ് ഉണ്ട്. എ പ്രോപ്പർട്ടി ഈസ് എ വാല്യൂ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഓർ സെറ്റ്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു H1 ടാഗിൻ്റെ ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ഇന്നർ HTML, അതിൽ നമ്മൾ കൊടുക്കണം HTML വാല്യൂ. അത് നമുക്ക് മാറ്റം വരുത്താം, അത് ഗെറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്ഷൻ യു ക്യാൻ ഡു, അത് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ ആക്ഷൻസ് ആണ്. ഗെറ്റ് ചെയ്യുക, അതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. JavaScript HTML DOM elements. Finding the HTML elements. Often the JavaScript you want to manipulate HTML elements. So to do so you have to find the elements first. There are a couple of ways to do this. നമുക്കൊരു HTML എലമെൻറ്റിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ഏത് എലമെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഫൈൻഡിങ് HTML എലമെൻറ്റ് ബൈ ID. ഓരോ HTML എലമെൻറ്റിന് ഒരു ID കൊടുത്തിട്ട് ആ ID വെച്ചിട്ട് നമുക്കതിനെ ഫൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫൈൻഡിങ് HTML എലമെൻറ്റ് ബൈ ടാഗ് നെയിം വെച്ചിട്ട് ഓരോ HTML പഠിച്ചപ്പോൾ ഓരോ ടാഗ് പഠിച്ചിട്ടുണ്ട്. പാരഗ്രാഫിന് ഒരു ടാഗ്, ഹെഡിങ്സിന്, ഇമേജിന് ഓരോന്നോരോ ടാഗില്ല, ആ ടാഗ് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ക്ലാസ് നെയിം വെച്ച് ഫൈൻഡിങ് HTML ബൈ ക്ലാസ് നെയിം, ഫൈൻഡിങ് HTML ബൈ HTML ഒബ്ജക്റ്റ് കളക്ഷൻസ്.
ഇനിയെല്ലാം നമുക്ക് ഓരോ HTML എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യാം. ഇപ്പം ഇതൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ജാവാസ്ക്രിപ്റ്റ് HTML5 എന്ന് പറയാം. പ്രോഗ്രാം HTML, സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു HTML. അതിൽ H1 ടാഗ് ഉണ്ട്. H1 ടാഗിൽ ID ആയിട്ട് നമ്മൾ 1 കൊടുത്തിരിക്കും. ONE1 H1 ടാഗ്, അതിൻ്റെ ID 1. അതിൽ എഴുതിയിരിക്കുന്നത്, അതിനുള്ളിൽ എഴുതിയിട്ടുള്ളത് വെൽക്കം എന്നാണ്. H1 ഹെഡിങ് ആയിട്ട്, H1 ഹെഡിങ് ആയിട്ട് വെൽക്കം എന്ന് വരും. അതുപോലെ ഒരു പാരഗ്രാഫ് ഉണ്ട്, H2 ഉണ്ട്, വേറെ പാരഗ്രാഫ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ വാല്യൂ ഗെറ്റ് ചെയ്യണം. ഈ H1 ടാഗിൽ കൊടുത്തിരിക്കുന്ന വെൽക്കം എന്നുള്ള വാല്യൂ ഗെറ്റ് ചെയ്യണമെങ്കിൽ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഈ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഓരോ ടാഗിനും നമുക്ക് ID കൊടുക്കാം. ഇതിലിപ്പോൾ H1 മാത്രം കൊടുത്തിട്ടുള്ളൂ, Pക്കും H2 എല്ലാത്തിനും ID കൊടുക്കാം. അപ്പം നമ്മൾ ഇവിടെ H1 മാത്രം കൊടുത്തിട്ടുള്ളൂ. 1 എന്നുള്ള ID കൊടുത്തിട്ടുള്ളത് ഏതാണോ ആ എലമെൻറ്റ് നമുക്ക് ഗെറ്റ് ചെയ്യണം, ആണ് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. അപ്പോൾ അത് ഏതാ? H1. ആ H1ൻ്റെ ഇന്നർ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇന്നർ HTML. അത് ഇതിനുള്ളിൽ എഴുതിയിട്ടുള്ള H1 ടാഗിന് ഉള്ളിലായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള ഇതെന്താണോ അതാണ് അതിൻ്റെ ഇന്നർ HTML, വെൽക്കം എന്നുള്ളത്. അപ്പം ദി ഗെറ്റ് എലമെൻറ്റ് ബൈ ID മെത്തേഡ്, ദ മോസ്റ്റ് കോമൺ വേ ടു ആക്സസ് ആൻ HTML എലമെൻറ്റ് ഈസ് ടു യൂസ് ദി ID ഓഫ് ദി എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ ID വെച്ചിട്ട് ഗെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും ഈസി ആയിട്ടുള്ളത്. ദി ഇന്നർ HTML പ്രോപ്പർട്ടി. ഇപ്പം മെത്തേഡ് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. ഒരു മെത്തേഡാണ് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നർ HTML എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി എന്താ? ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് ദി കണ്ടന്റ് ഓഫ് എൻ എലമെൻറ്റ് ബൈ യൂസിങ് ദി ഇന്നർ HTML പ്രോപ്പർട്ടി. ഇന്നർ HTML എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതിൻ്റെ കണ്ടന്റ്, H1 ടാഗിലെ കണ്ടന്റ് എന്താണോ അത് ഗെറ്റ് ചെയ്യാനുള്ളതാണ് ഇന്നർ HTML. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് നമുക്ക് H1 ടാഗിൽ ID 1 കൊടുത്തുള്ള H1 ടാഗിനാണ്. ആ ടാഗിലുള്ള കണ്ടന്റ് എന്താണ് H1 ടാഗിനകത്തുള്ളത് നമ്മൾ എഴുതിക്കാൻ കണ്ടന്റ് അലർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം. നമുക്ക് എലമെൻറ്റ്സിന് ടാഗ് നെയിം വെച്ചും ഗെറ്റ് ചെയ്യാം. ഓരോ HTML ഇതിൽ ഓരോ HTML ഒരു HTML ഫയലിൽ ഓരോ ടാഗ് ഉണ്ടല്ലോ, H1, P, H2 എന്നൊക്കെ പറഞ്ഞു. ഈ ടാഗ് നെയിം, അതായത് പാരഗ്രാഫിലേക്ക് ആണെങ്കിൽ P വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഗെറ്റ് ചെയ്യാം. ടു ആക്സസ് ദ എലമെൻറ്റ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ബൈ യൂസിങ് ടാഗ് നെയിം, ദിസ് മെത്തേഡ് will return an array of all the items with the same tag name. ഈ HTML നമ്മൾക്ക് H1, P, H2, P എന്ന് പറഞ്ഞിട്ട് ഓരോ ടാഗുകൾ. ഇതിൽ P എന്നുള്ള ടാഗ് 2 പ്രാവശ്യം ഉണ്ട്. ഈ ടാഗ് അതിൽ ഒരെണ്ണത്തിന് ID ഉണ്ട്, ഒരെണ്ണത്തിന് ID ഇല്ല. അപ്പം നമുക്ക് ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിമാണ് കൊടുക്കുന്നത്. P ടാഗ് പാരഗ്രാഫ് ടാഗിൽ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ 2 എണ്ണത്തിന് P ടാഗ് ഉണ്ട്. ദിസ് ഈസ് ദി വെൽക്കം മെസ്സേജിനും ദിസ് ഈസ് ദി ടെക്നോളജി സെക്ഷൻ, ഇത് രണ്ടും P പാരഗ്രാഫ് ടാഗിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ID വെച്ചിട്ടാണ് നമ്മൾ ഗെറ്റ് ചെയ്യണേ. ഗെറ്റ് എലമെൻറ്റ് ബൈ ID സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് പാരഗ്രാഫ് കിട്ടും. പക്ഷെ നമ്മൾ ടാഗ് നെയിം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ P വെച്ചിട്ട് 2 എണ്ണത്തിന് പാരഗ്രാഫ് ഉണ്ട്. 2 പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്തിട്ട് 2 എണ്ണം അതിലുണ്ട്. അത് രണ്ടും ഒരു അരയിലേക്ക് വരും. ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം എന്ന് പറയുന്നത് ഒരു അരയിലേക്കാണ്. കാരണം ഇപ്പോൾ H1 തന്നെ 1, 2 കൂടുതൽ നമ്മൾ H1 വെച്ചിട്ടുണ്ടായിരിക്കും. ഏത് ഇപ്പോൾ ഇമേജ് ടാഗ് ആയാലും ഏതായാലും എത്ര എണ്ണം ഒരുപാട് പ്രാവശ്യം നമ്മൾ ടാഗ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടാഗ് വെച്ച് ഗെറ്റ് ചെയ്യണത് ഒരു അരയിലേക്കാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു അര, അതിലേക്ക് 0ൽ നിന്നുള്ള അരയുടെ ഇൻഡെക്സ് തുടങ്ങുക. പാരഗ്രാഫ് ഓഫ് 0ലേക്ക് ഇത് ഫസ്റ്റ് പാരഗ്രാഫ്, ദിസ് ഈസ് ദ വെൽക്കം മെസ്സേജും വരും. പാരഗ്രാഫ് ഓഫ് 1ലേക്ക് അരയിലെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് 1ലേക്ക് ദിസ് ഈസ് ദ ടെക്നോളജി സെക്ഷൻ സെക്കൻഡ് പാരഗ്രാഫിൽ വരും. ഇനി ഒരു പി ടാഗും കൂടി ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് അരയിലെ 3ാമത്തെ എലമെൻ്റ് ആയിട്ട് വരും. ഇങ്ങനെ നമ്മൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ID സെക്കൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫിന് സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് പാരഗ്രാഫിനാണ്. അതിൽ ഇന്നർ HTML എന്തായി മാറും? ഇവിടെ ഉള്ളത് ദിസ് ഈസ് ദി ടെക്നോളജി സെക്ഷനാണ്. അതിന് പകരം ദി ഒറിജിനൽ മെസ്സേജസ് ചേഞ്ച് എന്ന് വരും. ഈ പാരഗ്രാഫിൽ നമുക്ക് മാറ്റാം. ഇന്നർ HTML ഗെറ്റ് ചെയ്യാൻ മാത്രമല്ല ഇന്നർ HTML വാല്യൂ മാറ്റാനും നമുക്ക് പറ്റും. ഇവിടെ P
ID എന്ന് പറയുന്ന പാരഗ്രാഫിൻ്റെ ഇന്നർ HTML ആയി കൊടുത്തിരുന്ന ദിസ് ഈസ് ദി ടെക്നോളജി സെക്ഷൻ എന്നുള്ളത് മാറിയിട്ട് ദി ഒറിജിനൽ മെസ്സേജസ് ചേഞ്ച് ഇടുന്നു വരും. ഇതിൽ ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം കൊടുക്കുമ്പോൾ അതൊരു അരയിലേക്ക് വരുന്നു. ഇതിൽ സെക്കൻഡ് പാരഗ്രാഫ് ആയതുകൊണ്ട് അരയുടെ ഇൻഡെക്സ് 0 എന്ന് തുടങ്ങുന്നതുകൊണ്ടും പാരഗ്രാഫ് 1 ഇന്നർ HTML വരും. ഗെറ്റ് എലമെൻറ്റ് ബൈ ID സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് ഈ ഇന്നർ HTML വാല്യൂ ഗെറ്റ് ചെയ്യാൻ എടുക്കാൻ മാത്രമല്ല അതിലേക്ക് ചേഞ്ചസും വരുത്താൻ പറ്റും. ഇവിടെ തന്നെ ദിസ് ഈസ് ദി ടെക്നോളജി സെക്ഷൻ എന്നുള്ളത് മാറിയിട്ട് ദി ഒറിജിനൽ മെസ്സേജസ് ചേഞ്ച് എന്നുള്ളത് എഴുതി വരും സെക്കൻഡ് പാരഗ്രാഫിൽ. അതിലെ കണ്ടന്റ് അതുവരെ ഉണ്ടായിരുന്നത് ജസ്റ്റ് അലേർട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. എന്താ കണ്ടന്റ് ഓഫ് സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ദിസ് ഈസ് ദി ടെക്നോളജി സെക്ഷൻ വരും. വെബ് പേജിൽ HTML പേജിൽ പിന്നീട് ഈ ഇന്നർ HTML മാറി സെക്കൻഡ് പാരഗ്രാഫിൽ ദി ഒറിജിനൽ മെസ്സേജസ് ചേഞ്ച് എന്ന് വരും. യൂസിങ് ഇവൻറ്റ്സ് ദി HTML DOM allows you to execute code when an event occurs. ഒരു ഇവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു HTML ടാഗിൽ നമ്മളൊരു ബട്ടൺ എന്തെങ്കിലും വെച്ചു, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാണ് ഒരു ഇവൻറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അത് നമുക്ക് ഒരു കോഡ് എഴുതി വെച്ചിട്ട് ആ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഇവൻറ്റ്സ് ആർ ജനറേറ്റഡ് വെൻ ബൈ ദി ബ്രൗസർ വെൻ തിങ്സ് ഹാപ്പൻസ് ടു HTML ഓരോ എലമെൻസിലും ബട്ടണോ ടെക്സ്റ്റ് ബോക്സോ നേരെ ഓരോ എലമെൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ an element is clicked on, അല്ലെങ്കിൽ പേജ് ഹാസ് ലോഡഡ്, വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇൻപുട്ട് ഫീൽഡ് ഈസ് ചേഞ്ച്, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ട് ഇൻപുട്ട് ഫീൽഡ് കൊടുക്കുന്ന ആ ടാഗിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ടെക്സ്റ്റ് ഫീൽഡിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇവൻ്റ് ഒക്കെ ചെയ്യും. ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം നമുക്ക് എഴുതി വയ്ക്കുക, ഫംഗ്ഷൻ കോൾ ചെയ്യാന്നിട്ട്. ദിസ് എക്സാമ്പിൾ ചേഞ്ചസ് ദി സ്റ്റൈൽ ഓഫ് ദി HTML element with the ID1 when the user click a button. ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്, ബട്ടൺ ടൈപ്പ് ബട്ടൺ ഓൺ ക്ലിക്ക്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുന്ന ഏത് കൊടുത്തിട്ടുള്ള H1 ആണ് നമ്മൾ ID1 കൊടുത്തിട്ടുള്ളത്. ID1 H1 ഇന്നർ HTML ഹെഡിങ് 1 എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റൈല് ബ്ലൂ കളറിലേക്കാണ്. ഇപ്പോൾ ഡിഫോൾട്ട് ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ ഇതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബ്ലൂ കളറിലേക്ക് മാറും. ക്ലിക്ക് മീ എന്ന് കണ്ടൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറും. ഇതിനെ നമുക്കൊരു ഫംഗ്ഷനായിട്ട് എഴുതാം. നേരെ ആ ബട്ടണിൽ തന്നെ കോൾ ചെയ്യണമെന്നില്ല, ഒരു ഫംഗ്ഷൻ എഴുതാം. ഫംഗ്ഷന് ചേഞ്ച് കളറിന് ഫംഗ്ഷൻ കൊടുത്തു. ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID സ്റ്റൈൽ കളർ ബ്ലൂ കൊടുക്കുക. നമ്മളിവിടെ ബട്ടൺ ടൈപ്പ് ബട്ടണിൽ ഒരു ബട്ടണിനും ഒരു ID കൊടുത്തിട്ടുണ്ട്, കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ബട്ടൺ ID ഇല്ലെങ്കിലും ഇവിടെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഓൺ ക്ലിക്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഇവിടെ എഴുതിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫംഗ്ഷനായിട്ട് കൊടുത്തിട്ട് ആ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യും. ചേഞ്ച് കളർ എന്നുള്ള ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കളറ് ചേഞ്ച് ചെയ്യും. HTML event attributes. To assign events to HTML events, you can use event attributes. Example, assign an on-click event to a button element. Button on click നമ്മൾ ഡിസ്പ്ലേ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാം. ബട്ടൺ ഓൺ ക്ലിക്ക് റൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേ ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് വർക്ക് ചെയ്യും. In the example above, function name display date will be executed when the button is clicked. Assign events using the HTML DOM. The HTML DOM allows you to assign events to HTML elements using JavaScript. നമുക്ക് ഓരോ ഇവൻറ്റ്സ് ഓരോ ഇതിലേക്കും HTML എലമെൻറ്റ്സിൽ നമുക്കൊരു ഇവൻറ്റ്സ് അസൈൻ ചെയ്യാം. ബട്ടണിന് ക്ലിക്ക് ഡബിൾ ക്ലിക്ക് അങ്ങനെ ഓരോ ഇവൻറ്റ്സ് അസൈൻ ചെയ്യാം. DOM event listener. The DOM event listener method is a built-in function in JavaScript which takes the event to listen for and the second argument to be called whenever the described event gets fired. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ബട്ടൺ വെച്ചിട്ട് ട്രൈ വണ്ണുണ്ട്, അതിൻ്റെ ഗെറ്റ് എലമെൻറ്റ് ബൈ ID വെച്ച് നമ്മളത് കോൾ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഇവൻറ്റ് ലിസണർ ആഡ് ചെയ്യാണ്. ആഡ് ഇവൻറ്റ് ലിസണർ ആ ഫംഗ്ഷനിലേക്ക് 2 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട് ആ മെത്തേഡിലേക്ക്. ക്ലിക്ക് എന്നും പിന്നെ ഡിസ്പ്ലേ വണ്ണും. ഈ ക്ലിക്ക് എന്ന് പറയുന്നതാണ് ഇവൻ്റ്. ഈ ക്ലിക്ക് എന്ന് മൗസ് ക്ലിക്ക് അത് ചെയ്യുന്ന സമയത്ത്
ഡിസ്പ്ലേ വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. സെക്കൻഡ് ഈ പാരാമീറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത് സെക്കൻഡ് ആർഗ്യുമെന്റ് ടു ബി കോൾഡ് വെൻ ദ ഡിസ്ക്രൈബ്ഡ് ഇവന്റ് ഗെറ്റ്സ് ഫയർ. ഡിസ്ക്രൈബ്ഡ് ഇവിടെ ക്ലിക്ക് എന്നുള്ള ഇവന്റ് ഫയർ ചെയ്യാന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് ആർഗ്യുമെന്റ് കോൾ ചെയ്യും. അതായത് ഇതിലൊരു ഫംഗ്ഷനാണ് അത് ഡിസ്പ്ലേ നമ്മൾ എഴുതണം. ആ ഫംഗ്ഷൻ ഡിസ്പ്ലേ വൺ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. ഇവിടെ ക്ലിക്കിന് പകരം മൗസ് മൂവോ മൗസ് ഡൗണോ കീ പ്രസ്സോ അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. ആ ഇവൻറ്റ്സ് ഏതാണെന്ന് ആദ്യം പറയാം. സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് അത് ഫയർ ചെയ്യുമ്പോൾ ആ ഇവൻറ്റ് സംഭവിക്കുമ്പോൾ ഏത് ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. എനി നമ്പർ ഓഫ് ഇവൻറ്റ്സ് any number of event handlers can be added to a single element without overwriting the existing event handler. ഈ ഇതുമ്പോൾ ക്ലിക്ക് എഴുതാം, അതുപോലെ മൗസ് മൂവ് എഴുതാം. ഒരു ഇതിൽ തന്നെ ഒരു ബട്ടണിൽ തന്നെ പല ഇവൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. ക്ലിക്കിൽ ഒരു സംഭവിക്കണം, അതിൻ്റെ മുകളിൽ കൂടെ മൗസ് ജസ്റ്റ് മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഇവൻറ്റ് സംഭവിക്കണം. അങ്ങനെ നമുക്ക് എഴുതാം. പാരാമീറ്റേഴ്സ് ഈ ആഡ് ഇവന്റ് ലിസണറിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് അതൊക്കെയാണ്. ഇവന്റ് ഏതാണ് ഇവന്റ്? ക്ലിക്കാണ് ഇവിടുത്തെ ഇവന്റ്. ഈ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കേണ്ടത്? ഇവന്റ് ക്യാൻ ബി എനി വാലിഡ് ജാവാസ്ക്രിപ്റ്റ് ഇവന്റ്. ഇവന്റ്സ് ആർ യൂസ് ടു വിത്തൗട്ട് ഓൺ പ്രിഫിക്സ് ലൈക്ക് ക്ലിക്ക്. ബട്ടണിലൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഓൺ ക്ലിക്ക് അങ്ങനെയല്ല എഴുതിയ, അതിൽ ഓൺ എന്നുള്ളത് ആവശ്യമില്ല. ഇവന്റിൽ എഴുതുമ്പോൾ ക്ലിക്ക് എന്ന് മാത്രം മതി. ആ ഓൺ എന്നുള്ള പ്രിഫിക്സ് മാറ്റിയിട്ടാണ് ക്ലിക്ക് മൗസ് ഡൗൺ എന്നൊക്കെ. ഓൺ മൗസ് ഡൗൺ എന്നാണ് അല്ലെങ്കിൽ ഇവന്റ് ഇതിൽ എഴുതാറ്. ഓൺ ക്ലിക്ക് എന്ന് വേണ്ട, ക്ലിക്ക് എന്ന് കൊടുത്താൽ മതി. ഓർ മൗസ് ഡൗൺ ഇൻസ്റ്റെഡ് ഓഫ് ഓൺ മൗസ് ഡൗൺ എന്നുള്ളത്. മൗസ് ഡൗൺ ചെയ്യുമ്പോൾ ആ ഇവന്റ് ചെയ്യും, ഫയർ ചെയ്യും. അപ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യും. ലിസണർ ഹാൻഡ്ലർ ഫംഗ്ഷൻ. ഇറ്റ് ക്യാൻ ബി എ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ വിച്ച് റെസ്പോൺസ് ടു ദി ഇവന്റ് ഓക്കർ. ഈ ഇവന്റ് ക്ലിക്ക് എന്നുള്ള ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണ് അതിൻ്റെ വർക്ക് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. എക്സാമ്പിൾ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ട്രൈ വൺ ഒരു എലമെന്റിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ വൺ എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. അതിനാണ് ആഡ് ലിസണർ കൊടുക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ 2 ബട്ടൺ ഉണ്ട്, ട്രൈ വൺ ട്രൈ ടു. പറഞ്ഞപ്പോൾ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞതിൽ മൗസ് ഓവർന്ന് എഴുതിയിട്ടുണ്ട്. ഇനി H1 ID ടെക്സ്റ്റ് എന്ന് കൊടുത്ത് ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹായ് എന്നുള്ളത് മാറിയിട്ട് വെൽക്കം എന്ന് പറഞ്ഞു. ഇവിടെ മൗസ് ഓവർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് മൗസ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും മലമ്പുഴ എന്നായി മാറി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും വെൽക്കം എന്നായി. മൗസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തില്ല, ഞാൻ മൗസ് അതിൻ്റെ അടുത്തോടെ വരുമ്പോൾ മലമ്പുഴയായി. കണ്ട ക്ലിക്ക് ചെയ്തപ്പോൾ വെൽക്കം എന്ന്. അപ്പോൾ ക്ലിക്ക് ഇതിൽ 2 ബട്ടൺസ് ഉണ്ട്. ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ മൗസ് ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ഈ H1 ടാഗിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് മാറും. ട്രൈ വൺ ട്രൈ ടു 2 ID കൊടുത്തിരിക്കുന്നത്. ബട്ടൺസിന് ഒരു ID കൊടുത്തു. ഒരെണ്ണത്തിൽ അതിൻ്റെ എഴുതി വന്നിരിക്കുന്നത് ക്ലിക്ക് ഹിയർന്ന് ബട്ടൺ എഴുതിയിട്ടുള്ളത്. ബട്ടൺ സെക്കൻഡ് ബട്ടണിൽ മൗസ് ഓവർന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടതല്ലേ. ഇനി H1 ID ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. H1 ഹായ് എന്നാണ് ആദ്യം എഴുതി പറയുന്നത്, ഹായ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ വെൽക്കം എന്ന് വരണം, മൗസ് ഓവറിൽ മലമ്പുഴ എന്ന് വരണം. അതിനുള്ള കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഗെറ്റ് എലമെന്റ് ബൈ ID ട്രൈ എന്ന് പറയുമ്പോൾ ട്രൈ വൺ ID കൊടുത്തുള്ളത് ഏതാ? ബട്ടൺ, ഫസ്റ്റത്തെ ബട്ടൺ അല്ലെ, ക്ലിക്ക് ഹിയർ എന്നുള്ളത്. അവിടെ ഒരു ആഡ് ഇവന്റ് ലിസണർ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ വൺ എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. അപ്പോൾ ഡിസ്പ്ലേ വണ്ണിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഡിസ്പ്ലേ വണ്ണിൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ടെക്സ്റ്റ് ഡോട്ട് ഇന്നർ HTML എന്നാണ് അതിൻ്റെ ഈ H1 ടാഗിൽ ഇവിടെ ഇന്നർ HTML എന്താ? ഹായ് എന്നാണ്. അത് മാറി അവിടെ വെൽക്കം എന്ന് വരണേ. അപ്പോൾ ഇതിൽ ട്രൈ വൺ എന്ന് പറയുന്ന ആ ബട്ടൺ, അതായത് ആ ബട്ടൺ ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയിട്ടുള്ളതാണ് ട്രൈ വൺ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ H1 ടാഗിലത്തെ എന്താണോ ഹായ് എന്നാണെങ്കിൽ അത് മാറിയിട്ട് അവിടെ വെൽക്കം ഇന്നർ HTML അതിൽ ഹായ് ആയിരുന്നു, അത് മാറി വെൽക്കം വരണം. ഡിസ്പ്ലേ 2 എത്തിക്കുന്നത്
ഗെറ്റ് തന്നെ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ടെക്സ്റ്റിൽ ടെക്സ്റ്റ് ഏതാ H1 ആണ് ടെക്സ്റ്റ് എന്നുള്ള ഐ ഡി കൊടുത്തിരിക്കുന്നത്. അതിൽ എന്താണോ ഇന്നർ വെച്ചിട്ട് അത് മാറി അതിൻ്റെ ഇന്നർ വെച്ചിട്ട് നമ്മൾ മലമ്പുഴ എന്നായി മാറണം. അത് വർക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്? ജസ്റ്റ് മൗസ് ഓവർ ക്ലിക്ക് ചെയ്യണ്ട, മൗസ് പോയിന്റ് ഈ ബട്ടൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഇവന്റ് വർക്ക് ചെയ്യണം. ഡിസ്പ്ലേ 2 എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് മോഡൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡലിൽ അതിൽ നമ്മൾ ഒരു ഡോക്യുമെന്റിൽ HTML ഡോക്യുമെന്റിലാണെങ്കിൽ അതിലത്തെ ഓരോ എലമെന്റ്സ് HTML എലമെന്റ്സ് ആക്സസ് ചെയ്യുക. അതിലത്തെ ഓരോ ഇവന്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, അതിൽ മെത്തേഡ്സ്, പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. മനസ്സിലായി കാണുമെന്ന്. താങ്ക്സ്.